കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്യും, നാളെയും വലിയ കാര്യങ്ങൾ ചെയ്യും, നാളെ കഴിഞ്ഞ് വലിയ കാര്യങ്ങൾ ചെയ്യും. മുൻപോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. വിശ്വസിക്കാവോ? ഒന്ന് പറഞ്ഞ് വിശ്വസിക്കാവോ? വലിയ കാര്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. പറഞ്ഞ് വലിയ കാര്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. ഒന്ന് വിശ്വാസം പറഞ്ഞ വലിയ കാര്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, തലമുറ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടും. വാതുറന്ന് പറ, എൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടും, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും. എല്ലാവരും പറഞ്ഞ നിയമാവർത്തനം 28:13. ഞാൻ അധോഗതി പ്രാപിക്കുകയില്ല, അഭിവൃദ്ധി പ്രാപിക്കും. ഹല്ലേലൂയ. എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകും, എനിക്ക് അധോഗതി ഉണ്ടാവത്തില്ല. വളരെ പിടിച്ചു പറഞ്ഞ്, എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകും, എനിക്ക് അധോഗതി ഉണ്ടാവത്തില്ല, എനിക്ക് ഉയർച്ച ഉണ്ടാകും, എനിക്ക് ഉയർച്ച ഉണ്ടാകും. ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ ഉയർച്ച പ്രാപിക്കും. എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ അധ്വാനങ്ങൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ പ്രയത്നങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയമാകും. എല്ലായിടത്തും എല്ലായിടത്തും എപ്പോഴും യേശു ക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഉച്ചത്തിൽ പറഞ്ഞ എല്ലായിടത്തും എപ്പോഴും യേശു ക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അധോഗതി ഉണ്ടാവത്തില്ല, എനിക്ക് അധോഗതി ഉണ്ടാവത്തില്ല, എൻ്റെ കുടുംബത്തിൽ അധോഗതി ഉണ്ടാവത്തില്ല. എൻ്റെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിയമാവർത്തനം 28:13 വചനം ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അധോഗതി ഉണ്ടാവത്തില്ല, എനിക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഞാനും എൻ്റെ കുടുംബവും തലമുറ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ, വിശ്വസിച്ചേ, സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും, ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും. വിശ്വസിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ വചനം കണ്ണു അടച്ച് വിശ്വസിക്കണം. അധോഗതി ഉണ്ടാവത്തില്ല, അഭിവൃദ്ധി ഉണ്ടാകും. നിയമാവർത്തനം 28:13. കർത്താവിൻ്റെ വാഗ്ദത്തം, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്കൊരിക്കലും, ദൈവത്തിൻ്റെ വചനം, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാകത്തില്ല. നീ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നടന്നാൽ മതി. നീയും നിൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ നിയമാവർത്തനം 28:1-14 വരെ വചനം ഒന്ന് വായിച്ചു നോക്കണം. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ നിയമാവർത്തനം 1-14 വരെ വചനങ്ങൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചൊല്ലി കൊന്തയിൽ കഴിഞ്ഞിട്ട് ഈ വചനങ്ങൾ ഒച്ചത്തിൽ വായിച്ച് പ്രാർത്ഥിക്കണം. അനുഗ്രഹം നിൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകുവാൻ തുടങ്ങും. കാരണം കംപ്ലീറ്റ് അനുഗ്രഹത്തിൻ്റെ വചനമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഒന്ന് ഏറ്റു പറയുക. ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞു, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും.
എൻ്റെ ഉള്ളിൽ യേശു യേശു രൂപപ്പെടും. ഞാൻ മറ്റൊരു ക്രിസ്തുവാകും. ഹല്ലേലൂയ. രഹസ്യം പിടികിട്ടിയോ? ഇതാണ് രഹസ്യം. പരിശുദ്ധാത്മാവാണ് എന്നെ നിങ്ങളെയും മറ്റൊരു ക്രിസ്തുവാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അവിടെ ആദ്യം പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവായ ദൈവം, ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. മാമോദീസായിലൂടെ എനിക്ക് ആത്മാവിനെ ദൈവം തന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ദൈവപ്രവൃത്തികൾ മുഴുവൻ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയാണ്. മറിയത്തിൻ്റെ മേൽ ആത്മാവ് വന്നു. മറിയത്തിൻ്റെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ ദൈവത്തിനായ യേശു ജനിക്കുകയാണ്. പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്താ? യേശു മറിയത്തിൻ്റെ ഉള്ളിൽ ഗർഭപാത്രത്തിൽ ജനിച്ചു എന്നുള്ള ഏറ്റവും വലിയ അത്ഭുതം. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? വചനമായ ദൈവം മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ചു. പരിശുദ്ധാത്മ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമാണ് പുതിയ നിയമത്തിലെ. ഹല്ലേലൂയ. മറിയത്തിൻ്റെ ഉള്ളിൽ യേശു ജനിച്ചു. അപ്പൊ എൻ്റെ ഉള്ളിൽ യേശു ജനിക്കുന്നത്, അല്ലെ യേശു ജീവിക്കുന്നത്, യേശു എന്നിൽ വളരുന്നത്, ഞാൻ യേശുവിനെ പോലെ ആകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവാണ് എന്നെ അങ്ങനെ ആക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത്യുന്നതൻ്റെ ശക്തി, അതായത് ദൈവത്തിൻ്റെ ശക്തി, പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ കടന്നു വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ മേൽ കടന്നു വരും. ലൂക്ക 5:17. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ആ വചനം എന്ന് പറഞ്ഞേ. സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അതൊന്ന് ബുദ്ധിയിലും മനസ്സിലും ചിന്തയിലൊക്കെ എടുത്തെന്ന് പറഞ്ഞേ. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി യേശുവിൽ ഉണ്ടായിരുന്നു. യേശുവിൽ ഉണ്ടായിരുന്നു. അവനിൽ എന്ന് പറഞ്ഞാൽ യേശു ആണ് കേട്ടോ. അത് ലൂക്ക 5 യേശു ആ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്നതിന് മുൻപുള്ള ആ വചനത്തിന്റെ ആദ്യ ഭാഗമാണ്. അവർ രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചോദിക്കട്ടെ, ഈ കർത്താവ് ആരാണ്? കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ശക്തി അവനിലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ശക്തി, ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവനിലുണ്ടായിരുന്നു രോഗികളെ സുഖപ്പെടുത്തുവാൻ. ആ ശക്തിയാണ് അവിടെ തളർവാദ രോഗിയെ സൗഖ്യത്തിലേക്ക് നയിച്ചത്. യേശുവിൽ നിന്ന് ഒഴുകിയ ശക്തി. ലൂക്ക 6:19. 17 വചനം ഒന്ന് വായിക്കാമോ? 17, 18, 19. ലൂക്ക 6, 17, 18, 19. ഹല്ലേലൂയ. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ വലിയ ഒരു ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹം അവിടെ ഒരുമിച്ചുകൂടി. ആ വചനത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ പറയുകയാണ്,
അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. അടുത്ത വചനം, ശിഷ്യന്മാരുടെ വലിയ ഒരു ഗണം, ശിഷ്യന്മാരുടെ വലിയ ഒരു ഗണം, അതായത് ശിഷ്യന്മാരുടെ വലിയൊരു സമൂഹം എന്നതിൻ്റെ അർത്ഥം. അത് ഈ 12 അപ്പസ്തോലന്മാർ, 72 ശിഷ്യന്മാർ, അതുകൂടാതെ യേശുവിന് വലിയ ഒരു ശിഷ്യ സമൂഹം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് ശിഷ്യന്മാരുടെ വലിയ ഒരു ഗണം, ആ വചനം ഒന്നും മറക്കണ്ട. വലിയ ഒരു ഗണം യേശുവിൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവ, ടൈർ, സിദോൻ എന്നീ തീരപ്രദേശങ്ങൾ, കോസ്റ്റൽ ഏരിയ, മത്സ്യബന്ധനം നടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ധാരാളം ആളുകൾ, ജനസമൂഹം അവിടെ ഒരുമിച്ച് കൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. അൺക്ലീൻ സ്പിരിറ്റ് ഡെലിവേർഡ്. അതായത് അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധാത്മാക്കള് വിട്ടുപോയി വ്യക്തികളെ. ഹല്ലേലൂയ. അതെങ്ങനെ വിട്ടുപോയി? എങ്ങനെയാണ് വിട്ടുപോയത്? അതായത് ജനം വന്നത് എന്തിനു വേണ്ടിയാണ്? അതിന് മുമ്പ് പറയുന്നുണ്ട്, യേശുവിൻ്റെ വചനം ശ്രവിക്കുന്നതിനും 2 കാര്യമുണ്ട്. വചനം ശ്രവിക്കണം, രോഗശാന്തി വേണം. വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി, ജനം അതിനു വേണ്ടിയാണ് വന്നത്. അതൊരിക്കലും തെറ്റല്ല. അവർ വന്നു, അവർക്ക് സൗഖ്യം വേണം, അനുഗ്രഹം വേണം, ഈശോയിലേക്ക് വന്നു. അവിടെ പറയാം, അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. എപ്പോൾ? എപ്പോൾ? അവർ ദൈവവചനം ശ്രവിച്ചപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ദൈവവചനം ശ്രവിച്ചപ്പോൾ. അത് ജനം വന്നു എന്തിനു വേണ്ടിയാണ്? സൗഖ്യം നേടാനും വചനം കേൾക്കാനും. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സൗഖ്യമാക്കപ്പെട്ടു. അതായത് അശുദ്ധാത്മാക്കൾ ഉണ്ടായിരുന്നവർ, അൺക്ലീൻ സ്പിരിറ്റ്, തിന്മയുടെ അരൂപി. അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അതായത് ശക്തിയിൽ വളരെ പവർ കുറഞ്ഞ സ്പിരിറ്റാണ്. അൺക്ലീൻ സ്പിരിറ്റാണ് അശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അത് ഏറ്റവും താഴെ ലെവലിലെ സ്പിരിറ്റുകളാണ്. ആ സ്പിരിറ്റുകൾ വചനം കേട്ടുകൊണ്ടിപ്പോൾ തന്നെ വിട്ടുപോകാൻ തുടങ്ങി. ഹല്ലേലൂയ. വിട്ടുപോയി, അവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. യേശുവിനെ ഒന്ന് തൊടാനായിട്ട് അവരാഗ്രഹിച്ചു. എന്താ കാര്യം? എന്താ കാര്യം? എന്താണ് കാര്യം? എന്തിനാ തൊടാൻ ആഗ്രഹിച്ചത്? യേശുവിനെ ഒന്ന് തൊട്ടാൽ മതി, സൗഖ്യം കിട്ടും, ഡെലിവറൻസ് നടക്കും, അഭിഷേകം കിട്ടും, അനുഗ്രഹം കിട്ടും എന്ന് അവർക്കറിയാം. യേശുവിനെ തൊടാൻ അവർ ഒത്തിരി ആഗ്രഹിച്ചു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ശക്തി പുറപ്പെട്ടു. ഉണ്ടോ? അവന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി. ലൂക്കാ 5:17 പറയുന്നു, രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു. ശക്തി, പവർ. ഹല്ലേലൂയ. ഈ പവർ എന്ന് പറയുന്നത് ദൈവിക ശക്തിയാണ്. പവർ ഓഫ് ഗോഡ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പവർ ഓഫ് ഹോളി സ്പിരിറ്റ്, ആത്മാവിൻ്റെ ശക്തിയാണ്, ദൈവിക ശക്തിയാണ്. ഹല്ലേലൂയ. ഈ ദൈവിക ശക്തി ഒഴുകുമ്പോഴാണ് അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു. ഈ ശക്തി കടന്നു പോകുമ്പോൾ പിശാച് വിട്ടുപോകുന്നു. ഈ ശക്തി കടന്നു പോകുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ഈ ശക്തി കടന്നു പോകുമ്പോൾ ട്യൂമറുകൾ വറ്റിപ്പോകുന്നു. ഈ ശക്തി കടന്നു പോകുമ്പോൾ നട്ടെല്ലും നടുവ് സൗഖ്യമാകുന്നു. ഈ ദൈവശക്തി കടന്നു പോകുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും സമൂഹത്തിൽ വെളിപ്പെടുക. എങ്ങനെയാണ്? വചനം കേൾക്കുന്നു, ദൈവശക്തി ഒഴുകുന്നു. ഈ ദൈവശക്തിയുടെ ആ ഒരു പ്രഭാഗമാണ് ജനത്തിന് വിടുതലും സൗഖ്യവും നൽകുന്നത്. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അല്ലല്ലേ? അവിടെ വന്ന എല്ലാവരും
രോഗികളായിട്ടുള്ളവർ, പിശാചുബാധിതര്, അശുദ്ധാത്മാക്കൾ ബാധിച്ചു എല്ലാവരും സൗഖ്യം പ്രാപിച്ചുകൊണ്ടേ ഇരുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും സൗഖ്യവും വിടുതലും കർത്താവായ യേശു കൊടുക്കുകയാണ്. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,